4 ജപമാല ദിവസം ഈ നിയോഗങ്ങൾക്കായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബങ്ങളുടെയും നിങ്ങളുടെയും എല്ലാ വിഷയങ്ങളും പരിഹരിക്കപ്പെടും. 1. സന്തോഷത്തിന്റെ ദിവ്യരഹസ്യം. നമ്മളുടെയും നമ്മുടെ കുടുംബങ്ങളുടെയും പ്രിയപ്പെട്ടവരുടെയും വിശുദ്ധീകരണത്തിനും മാനസാന്തരത്തിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ. 2. പ്രകാശത്തിന്റെ ദിവ്യരഹസ്യം. പരിശുദ്ധ മറിയത്തിന് ഏറ്റവും സന്തോഷം നൽകുന്ന പ്രാർത്ഥനയാണ്. സഭയുടെയും പുരോഹിതരുടെയും കൂടുതൽ വിശുദ്ധീകരണത്തിനും സഭയെ പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുവാൻ വേണ്ടി ചൊല്ലുന്ന ഓരോ ജപമാല പ്രാർത്ഥനകളിലും പരിശുദ്ധ മറിയം ഇറങ്ങി വരും. 3. ദുഃഖത്തിന്റെ ദിവ്യരഹസ്യത്തിൽ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി, മാരകഭാവികൾക്ക് വേണ്ടി നമ്മൾ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കണം. 4. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും ദൈവവിളി ഉണ്ടാകാനും നമ്മുടെ ഈ ലോകത്തിൽ അനേക മക്കൾ ദൈവവിളി സ്വീകരിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് സ്വർഗത്തിന്റെ ആഗ്രഹമാണ്. നമ്മൾ പരിശുദ്ധ മറിയത്തിന്റെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ മറിയം നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മളിൽ യേശു ഇടപെടാൻ വേണ്ടി ശക്തമായി നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും. ഈ ബോധ്യത്തോടുകൂടി ഒക്ടോബർ 4 മുതൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ.